ചോപ്സ് തയ്യാറാക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുരുമുളക് പൊടി, ഉപ്പ്, മല്ലിയില, പച്ചമുളക്, സവോള എന്നിവയിട്ട് നന്നായി അരച്ച് നല്ല പേസ്റ്റ് ആക്കി എടുക്കാം. ഇനി അരച്ചു വെച്ച മസാല ഈ മട്ടൺ ചോപ്സിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് സോയാ സോസ് കൂടി ഒഴിച്ചതിന് ശേഷം എല്ലാം കൂടെ നന്നായി ഇളക്കി മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഇത് 1 മണിക്കൂർ നേരത്തേക്ക് മാറ്റിവെക്കണം. ഇനി ഒരു നുള്ള് ഉപ്പും മുട്ടയും ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ 1 മണിക്കൂർ നേരത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മട്ടൺ ചോപ്സ് ഈ മുട്ടയിലിട്ട് മുക്കിയെടുക്കാം. അതിനുശേഷം ബ്രെഡ് ക്രംസിൽ കൂടെ ഇട്ട് മുക്കിയെടുക്കണം. ഇനി ഒരു പാനിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കുക. എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് മട്ടൺ ചോപ്സ് ഇട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരെ ഇത് ഫ്രൈ ചെയ്യുക. ഒരുപാട് കൂടിയ തീയിലിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കരുത്. അങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അതുകൊണ്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മട്ടൺ ചോപ്സ് തയ്യാറായി കിട്ടിയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാം. അപ്പോൾ നിങ്ങളും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ചെയ്യുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ റെസിപ്പികൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.